ലോകകപ്പ് നേട്ടത്തിന്റെ തിളക്കമില്ലാതെ വിശ്വവേദിയിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി. അവസാന ലോകകപ്പ് മത്സരത്തിൽ ഗോൾ നേടാൻ കഴിയാതെ കണ്ണീരോടുകൂടിയാണ് ഇതിഹാസ താരം തിരികെ കയറിയത്. 6 ലോകകപ്പുകളിൽ ഗോൾ നേടിയെന്ന അത്യപൂർവ നേട്ടത്തിന്റെ തിളക്കം റൊണാൾഡോയ്ക്ക് മാത്രം സ്വന്തമാണ്. ആ ആഘോഷം ഇനി വിശ്വവേദിയിലില്ല. കണ്ടാലും കൊതി തീരാത്ത സെലിബ്രേഷൻ ലോകകപ്പിന്റെ ഓർമ്മകളിൽ ഒതുങ്ങും. മദീറയുടെ രാജാവ് ബൂട്ടഴിക്കുന്നില്ല എന്നത് സന്തോഷമാണ്. ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ റൊണാൾഡോയുടെ ആഘോഷം നമ്മൾ കണ്ടു. 7-ാം നമ്പർ 10-ാം നമ്പറിനും മേലെയാണെന്ന് സ്ഥാപിച്ച് നെഞ്ചുവിരിച്ചുള്ള നിൽപ്പ് ഒരു കാലഘട്ടത്തിന് നിർവചനമാണ് CR7. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. അവസാന ലോകകപ്പ് ഗോൾ ക്രൊയേഷ്യക്കെതിരായ നോക്കൌട്ടിൽ. 2006 തന്റെ ആദ്യ ലോകകപ്പിൽ സെമി ഫൈനൽ കളിച്ചതാണ് വിശ്വവേദിയിലെ പ്രധാന നേട്ടം. 2018 സ്പെയിനെതിരായ ഹാട്രിക്ക് അന്ന് സോച്ചിയെ മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത്. അവസാന മത്സരം പക്ഷേ ഓർമ്മിക്കാൻ ആഗ്രഹിക്കില്ല ഈ ഫുട്ബോൾ ജീനിയസ്. ആകെ 19 ടച്ചുകൾ മാത്രം, പൂർത്തിയാക്കിയത് 10 പാസുകൾ. കോർട്ടിന് തീപിടിപ്പിച്ച ഗർജനമായിരുന്നു ശീലമെങ്കിൽ ഇന്നത് വിങ്ങിപ്പൊട്ടിയുള്ള കണ്ണീരിന് വഴിമാറി. ശീലമില്ലാത്ത കാഴ്ചയായിരുന്നു ക്രിസ്ത്യാനോ ആരാധകർക്കത്. വൈകാരികമായി ആലോചിച്ച് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് CR7. രാജ്യാന്തര കരിയറിൽ റൊണാൾഡോ തുടർന്നേക്കും. Bueno, normal, triste por salir así del Mundial, pero como ha dicho ayer en la conferencia de prensa, ha dado todo, pues ha dado mi mejor y salgo de conciencia tranquila. No, este es el fútbol, esta es la vida de un futbolista. A veces se gana, a veces se pierde. Y hay que seguir. La verdad que fue mi último mundial, sí, pero lo demás tendré tiempo para pensar, estar con mi familia, no decidir las cosas de cabeza caliente y seguir la vida. ഇനിയും പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോയെ കാണുമെന്ന് ആശിക്കാം. ആ ജേഴ്സിയിൽ നെഞ്ചുവിരിച്ചുള്ള നിൽപ്പുണ്ടല്ലോ. എതിരാളികൾ മോഹിക്കില്ലേ കളത്തിൽ അങ്ങനെ ചില കാഴ്ചകൾ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.